ഓണാക്കിടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ വീണ്ടും ഞങ്ങൾ സിനിമയുടെ പേര് പറ. JMC, ഫുൾ നെയിം ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ്. തന്നെയാ, സ്റ്റേറ്റ് ഓഫ് കേരള. അങ്ങോട്ടും സുരേഷ് ഗോപി, ഒരു രക്ഷയില്ല. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ്. അതിനെ മാറ്റിയാട്ടല്ല. അല്ല അങ്ങനെ സീരിയസ്, ഭയങ്കര പടം ഫുള്ള് സീരിയസ് ആണ്. പക്ഷെ ചിരിക്കാനില്ല എലമെന്റ്സ് മാധവ് സുരേഷ് ഉണ്ട്. ഇങ്ങനെ ചിരിക്കും, രണ്ട് ഡയലോഗ്, ചായ കുടിക്കല്, ഡയലോഗ് ഭയങ്കര കുറവുണ്ടോ പുള്ളിക്ക്. എടി ഇതിപ്പോ അഭിനയിക്കാത്ത ഒരാളെ കൊണ്ടിരുത്തി എന്നായിരിക്കും ഷോർട്ട് ഫിലിം അഭിനയിക്കുന്ന ഇപ്പൊ നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച എങ്ങനെയുണ്ടാവും നമുക്കറിയില്ല എന്നാ ചെയ്യണ്ട് ആടെ, അതുപോലത്തെ ഒരു സംഭവം. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് കാസ്റ്റിംഗ് ഭയങ്കര മോശം. ബാക്കിയില്ല അഭിനയത്തില് ഭയങ്കര മോശം. മെയിൻ ക്യാരക്ടർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാരും എന്തിനോ. ആ പോലീസുകാരെ നൈസ് ഉണ്ട്, അത്താടി അടിച്ച. ബാക്കി പക്ഷെ വേറെ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ആൾക്കാർ ആദ്യ ആസിഫലിന്ന് വിചാരിച്ചാ മറ്റേ ബഡ്ജറ്റ് കുറഞ്ഞോണ്ടായിരിക്കും ഇത് അല്ലേ. സുരേഷ് ഗോപിന് എന്ത് സീനില്ല. പക്ഷെ സുരേഷ് ഗോപി ഉണ്ടല്ലോ, ആ സാധനം ഇപ്പൊ ഉണ്ടല്ലേ, ആ ചങ്ങര വർത്താനം, ഡയലോഗ് പ്രസന്റേഷൻ ഇല്ല, ഡയലോഗ് ഇംഗ്ലീഷിൽ അങ്ങനെ. സുരേഷ് ഗോപി മറ്റേ കുളിരി എന്നൊക്കെ ഡയലോഗ് ആ ജഡ്ജിത്തല് സീനുണ്ടല്ലോ, അടിപൊളിയാണ്. മേക്കിംഗ് ഒന്നും പോരാട്ടോ, അത് ഡബിങ്ങിലും എല്ലാം അതുണ്ട്. ക്വാളിറ്റി നല്ലാക്കുമ്പോണ്ട് വേറെ എന്താ പറയുന്നത്. ഇങ്ങനെ മേക്കിംഗ് ഭയങ്കര, പക്ഷെ സംഭവം നല്ല രസമുണ്ട്. സിനിമ രസമുണ്ട്. കുറച്ചും കൂടി ബഡ്ജറ്റ് കൂട്ടി അടിപൊളി നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും, കാസ്റ്റിങ്ങും എല്ലാം കൊണ്ടും. ഇങ്ങനെ എടുത്ത കാണുന്നു അങ്ങനെ നീ കുഞ്ഞിനെ പറഞ്ഞു. അടിപൊളിയാണ്. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പാട്ടുണ്ടായിരുന്നു. അതിലാ ഫസ്റ്റ് ആൾക്കാരുണ്ട് കേട്ടോ, സിനിമക്ക് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അല്ല ഞാൻ പറയുന്നത്, ആ ഫസ്റ്റത്തെ ഇൻട്രോയും പിന്നെ അതിൽ വരുന്ന 3 പാട്ടും ബീജം നല്ല രസമാണ്. 3 പാട്ടാ? 3 പാട്ട് ഇങ്ങനെ വലിച്ചു വന്ന് ഇങ്ങനെ സൗണ്ട് നല്ല വൃത്തി എടുക്കാം. സുരേഷ് ഗോപി ആയോണ്ടായിരിക്കും നമുക്ക് പിടിക്കുന്നത്. വേറെ ആരെങ്കിലും മേക്കിംഗ് ഭയങ്കര ബോറാണ് ഫൈറ്റിന്റെ എല്ലാം. രസമില്ല, അതൊന്നും രസമില്ല. അയാൾ വില്ലന്റെ കളി മാത്രം രസം ഉണ്ടായി ലാസ്റ്റത്തെ ആ ഫൈറ്റില്. പക്ഷെ മാധവ് സുരേഷിനെ കുറ്റം അങ്ങനെ കുറ്റം പണ്ട് മറ്റേ പണ്ട് ഫഹദ് ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ചവരെല്ലാം ട്രോളിട്ട് ഇത് ഒന്നും അഭിനയില്ല. അല്ല അതേപോലെ ഉണ്ടായിട്ട് ഓർമ്മയില്ലേ? ഓർമ്മയില്ല പറയുമ്പോ നമ്മളെ കാലഘട്ടമല്ല, എന്നാലും പറയുന്നു പണ്ട് ഫഹദ് ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ചവരെല്ലാരും ട്രോളി. അതേപോലെ ഇവനും തിരിച്ചു വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാല്ലേ. ഇതില് മോശാന്ന് ബേസിക് ആയിട്ട് അഭിനയം വേണ്ടേ, അതില്ല. അതാണ് ഈ ഡയറക്ടറെല്ലാം പിന്നെ എന്ത് കണ്ടിട്ട് അഭിനയിപ്പിച്ച എനക്ക് അറിയാത്തല്ലേ. റോബോട്ട് അങ്ങനെ തന്നെ അല്ല, അങ്ങനെ ഗുണ്ടകളല്ല ഇവരാണ് കളിയാക്കുന്നത്. പക്ഷെ അല്ല ഇത് വരുന്ന പക്ഷേ പിടിക്കാതെ നമ്മ റിവ്യൂസ് അല്ല ഫഹദെല്ലാം ഇങ്ങനെ ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ എന്തായി ചങ്ങ 7 ലെവല്, അതേപോലെ തിരിച്ചു വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് കൊറേ കഴിഞ്ഞിട്ട് നല്ല നടനായിട്ട് ഞാൻ പണ്ടിങ്ങനെ പാട്ടുണ്ടായിരുന്നു, അതിനെ വേണ്ടി ഇച്ചങ്ങനെ ഒരു മറ്റേ മോശമാക്കിട്ടാണ് ഒരാൾ തിരിച്ചു വരലോ ഉണ്ട്. ഇപ്പൊ മോശം ചെയ്ത് വെച്ചിട്ട് ഇനിയെല്ലാം മോശമായിരിക്കും. ആഗ്രഹിക്കുന്ന അടുത്ത് നല്ലതാണെന്നാണ്. കോമഡി ഉണ്ടായത് പുള്ളിയുടെ സംഭവം മാത്രം. ഡയലോഗലുണ്ട്, ത്രൂ ഔട്ട് ചങ്ങായി ഉണ്ട്, പക്ഷെ ഡയലോഗ് വളരെ കുറവാണ്. മനസ്സിലായി, എനിക്ക് കൊടുത്ത പണി പാളും. ഇങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ള ആൾ പറയും ചങ്ങായി ബാക്കിൽ ഇങ്ങനെ. പക്ഷെ ഒരു മാസ്റ്റർ വീണീനെ വിളിച്ചിട്ട് മറന്നു, എന്താ പറഞ്ഞേ അത് പറഞ്ഞു. വിളിക്കാത്തോളം പറഞ്ഞു കാണ്ടമ്മ ചിരിച്ചു, ഇവനും ചിരിച്ചിനെ അത് കണ്ടോ. പക്ഷെ അതില് ഇവൻ മാത്രമൊന്നുമല്ല, ഈ അഭിനയത്തിന് ആരെല്ലോ കൊണ്ടിരുന്നുണ്ട്. ഏതോ ഭയങ്കര മോശം. പോലീസ് മറ്റേ ആസിഫ് അലിന്റെ അനിയനും സുരേഷ് ഗോപിനും പിന്നെ അനുപമ
പിന്നെ മറ്റേ വക്കീൽ ലാസ്റ്റ് വരുന്നതും അങ്ങനെ മെയിൻ അവരെല്ലാം പ്രശ്നം. പക്ഷെ അല്ലാണ്ട് കൊറേ ആൾക്കാർ വേറെ ആരിലോ ഉണർന്നിട്ടുണ്ട് ഇങ്ങനെ അല്ലെ. അല്ല ത്രൂ ഔട്ട് ഇല്ല ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും എന്നാ പറയണ്ട് അഭിനയം അങ്ങനെ അല്ലെ അവരെല്ലാം മോശം, ഡബിങ് മോശം. നല്ല ഡയലോഗെല്ലാം സുരേഷ് ഗോപി വന്ന ആ ഒരു പ്ലസ് പോയിന്റ് തന്നെ സുരേഷ് ഗോപി ആണ് അല്ലെ. ഇത്ര ആൾക്കാർ മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടം. ഒരു കാലത്ത് അല്ലെ മമ്മൂട്ടി മോഹൻലാലിന്റെ ഒപ്പം ഉണ്ടായ എങ്ങനെയാണ്. ഇപ്പൊ പിന്നെ റൂട്ട് മാറിപ്പോയണ. എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ടൈസൽമേരെ അച്ചങ്ങേരി ഇത്ര ഡയലോഗും. നമ്മ കുറച്ച് മലയാളികൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരവിടെ വെച്ചിട്ടുണ്ട്. ഇവര് ചെയ്താ നമുക്ക് അല്ലെ ഇവര് മാസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും. ദുൽഖറെല്ലാം നല്ല സിനിമ ചെയ്താൽ എല്ലാരും കാണാൻ പോകും. അത് സിനിമ ചങ്ങയ്ക്ക് പറ്റുന്നതായിരിക്കും മനസ്സിലായി. ഇപ്പൊ ഭാസ്കർ മറ്റേ പണ്ടേ എല്ലാവരും പറയുന്നത് പണ്ടേ ഓക്കെ. ഇപ്പൊ സുരേഷ് ഗോപി ദിലീപിന്റെ ഇപ്പൊ അത്ര പോക്കില്ല. അല്ല സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാല് അവരെല്ലാം ഇങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസ് ആണ് ദിലീപിന്റെ എല്ലാം. എടാ അതന്നെ ഇവരെല്ലാം പണ്ട് അങ്ങനെ അല്ല ഈ മാസ് ഞാൻ പറഞ്ഞേ ദിലീപ് ഒരു ഫാമിലി ഓഡിയൻസ് അല്ലേ ദിലീപിന്റെ ഭയങ്കര ഇഷ്ടം. ദിലീപിന്റെ മറ്റേ കിങ് മാസ്റ്റർ അത് മാസാ ദിലീപിന്റെ പണ്ടത്തെ അടിയിൽ ഭയങ്കര ഇഷ്ടമാണ്. ദിലീപിന്റെ സിനിമ വാളയാർ പരമശിവൻ റൺവേ അതന്നെ ഞാൻ പറയാം അതിന്റെ പേരെല്ലാം അതിന്റെ ക്യാരക്ടറിന്റെ പേരാണ്. ക്യാരക്ടർ മുടിയാതെ തമ്പി ബ്രോ ഇടുക 3 ആൾക്കാർ ചെലക്കല്. ഇതാണ് റിവ്യൂ ഇടാ. ഇത് റിവ്യൂ വിത്ത് കൊണാന നമ്മളെ ക്യാപ്ഷൻ. അതെ അങ്ങനെ ഇടലുണ്ട്. പോലും അറിയില്ല വീഡിയോ വരുന്നുണ്ട് ഇതിനെപ്പറ്റി എത്ര ഒന്നും അറിയില്ല ആയിരിക്കും. നമ്മള് വീഡിയോ നീ പറഞ്ഞ പണ്ടത്തെ ആൾക്കാർ ദിലീപ് എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നി? മാസല്ലാന്ന് കോമഡി ദിലീപിന് കൂടുതൽ ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ പിന്നെ അത് ഫാമിലി ഓഡിയൻസിലേക്ക്. എനിക്ക് ദിലീപിന്റെ പണ്ടത്തെ കുറെ സിനിമയിൽ മാസം ഒരു 3 പടം പറ. മാസല്ല മനസ്സിലായി അടിന്റെ ദിലീപിന്റെ എല്ലാ സിനിമ ഞാൻ മാസിനെ പറഞ്ഞു അടിയിലോ. അപ്പൊ മാസ മറ്റേ രണ്ടുപേരെ ഒഴിച്ചു ബാക്കി പറ. ഞാൻ ഈ സിനിമനെ കുറിച്ചിട്ട് ഞാൻ പറയാം അങ്ങനെയല്ല പറഞ്ഞു മനസ്സിലായി. ദിലീപ് അങ്ങനെ അല്ലാതെ കൂടുതൽ ഒരു പെർസെന്റേജ് കൂടുതൽ ഫാമിലി ഓഡിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ സമ്മതിച്ചു ഭയങ്കര ഇതാണ് ഗ്രൂപ്പിൽ സംസാരിക്കാൻ പറ്റൂല. സുരേഷ് ഗോപിനെ കൊണ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. പൈസ മമ്മൂട്ടി ആരാണ്? മമ്മൂട്ടി ഒരു ആക്ടർ. ഞാൻ ഇവനാ പറഞ്ഞേട്ടാ രാവിലെ ഇവർ രണ്ടാളാ പറഞ്ഞേ. എന്താ പറയല്ലേ ഏട്ടനല്ല റെസ്പെക്ട് എല്ലാം ശരിയാ. നീ എന്നാ നിങ്ങനെ കട്ട് ചെയ്യണം. നല്ല രസമുണ്ടായിന ബിഗ് ബോസിന്റെ സീനിയർ ആക്ടേഴ്സിനെല്ലാം. അല്ല ഞാൻ പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞില്ലേ ദിലീപ് ഇങ്ങനെ. അപ്പൊ മമ്മൂട്ടിന്റെ അതേമാതിരി എന്നായിരിക്കും സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാ? മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി എന്തോ മറ്റേ കുടുംബത്തിന്റെ ഇതൊന്നും അഭിനയിക്കല്ലേ. മമ്മൂട്ടി ഞാൻ പറയാം മമ്മൂട്ടി മോഹൻ ഇത് മറ്റേ സാധനമാണ്. മമ്മൂട്ടി മോഹൻലാൽ എന്നെല്ലാം പറഞ്ഞ അവർക്ക് ഒരു ഇതില്ല. എന്നാ പറയണ്ട് ഇങ്ങനെ ടാഗ് ഒന്നും ഇല്ല. അവരെല്ലാം മാസ് നീ മറ്റേ മോഹൻലാലിന്റെ ഇതിന്റെ ഇടക്കിറങ്ങി തുടരുന്നത് മറ്റേ ഇവര് പോയി കണ്ടേ ഫാമിലീസ്. ഇവര് ഭയങ്കര ടോപ്പിലിക്കുന്ന ഇവരെ കുറച്ചും കൂടി താഴെയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഇതില്ല. ഇവര് രണ്ട് മോഹൻലാലും മമ്മൂട്ടി എന്നെല്ലാം പറഞ്ഞാൽ അവര് മലയാള സിനിമയുടെ ഐക്കൺസ് ആണ്. മദിറ സമയം ദുൽഖറും ഉണ്ട്. ദുൽഖറിൽ ഇപ്പം അവനോട് ഇതെല്ലാം അവനാ പറയാ. ദുൽഖർ ഞാനൊന്നും മിണ്ടിയിട്ട് പോലില്ല. ദുൽഖർ അടക്കളയാന്ന് പറയല്ലേ. ദുൽഖറിന്റെ സിനിമ ദുൽഖർ പുതിയ വീട് കെട്ടി ഗ്രൂപ്പ് പറയല് ഫുള്ള് മറ്റേ ഷെയറാണ് ദുൽഖറിന്റെ. ദുൽഖർ അത് ട്രോള് വെച്ചേ. അത് ഇവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാ മതി. ഫോട്ടോയിലും ആ ചങ്ങായി തന്നെ ദുൽഖർ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻ രക്ഷയില്ലാത്ത അഭിനയാണ്. അതങ്ങനെ ചങ്ങായി അല്ല ഒരു എന്താ പറയണ്ട് ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ മകൻ വേറെ ആളെ ഇതേമാതിരി മറ്റിപ്പോ നമ്മളെ സുരേഷ് ഗോപിന്റെ മോനിൽ അഭിനയിച്ച് അങ്ങനല്ല. ദുൽഖറെല്ലാം മണ്ടെന്തരം പറഞ്ഞു. പക്ഷെ അതേമാതിരി ആരെങ്കിലും അങ്ങനെ ഒരു ഉണ്ട്. ഞാൻ പറയാം തമിഴില് കുറെ ആൾക്കാരുണ്ട്. തമിഴല്ല നമ്മളെ മലയാളത്തില് ഇങ്ങനെ ഒരു ഐക്കോണിക് ഇപ്പൊ മമ്മൂട്ടി ഇപ്പൊ പറയൂലല്ലോ ആരും. ബോളിവുഡിലുണ്ട്. നമുക്ക് ഈ കൊണകളൊന്നും കേട്ട് നിൽക്കാൻ താല്പര്യമില്ല. നല്ല സിനിമയാണ്, എല്ലാവരും പോയി കണ്ടോളൂ. വേണ്ടവര് കാണാൻ വേണ്ടാത്തവര് കാണണ്ട. അപ്പൊ അതാണ് നമ്മളെ ഫായിസിന്റെ അടുത്ത സിനിമയിൽ കാണാം. അടുത്ത സിനിമ അറിയില്ല. അറിയില്ല.